വിശന്ന് തുടങ്ങിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി ഒരു കൊല പഴം ഇരുന്ന് തിന്നാൻ തുടങ്ങി. ആനക്കുള്ള പഴക്കൊല വെച്ച് ചാമ്പാണല്ലേ. ആന മതിയെന്ന് പറഞ്ഞപ്പോ എന്തേലും കഴിച്ചിട്ട് കയറാന്ന് പറഞ്ഞപ്പോ മുകളിൽ ഒരു തട്ടുകട തുടങ്ങിയെന്നും പറഞ്ഞാണ് എന്നെ മല കയറ്റി. എന്റെ തൊള്ളയിൽ എന്റെ മാക്കൾ കയറിയിരിക്കണം. 3 കുറ്റി പുട്ടും കൈത്തണ്ടന്റെ വലിപ്പമുള്ള അരക്കൊല പയോ ഒരു ചെമ്പ് ചായന്റെ വെള്ളം കുടിച്ചിട്ട് അരമണിക്കൂറായില്ല. പ്ലെയിൻ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഒരു സാധനം പോയത്. ഇന്ന വഴ അപ്പോ ദഹിച്ചു. താഴത്തെ പെട്ടിക്കടയിലോട്ട് വിശക്കുന്ന ചേട്ടാന്നും പറഞ്ഞ് ഓടിക്കേറി. തിരിച്ചു ഓർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. വിശപ്പിനെ നല്ലയാണെന്നും പറഞ്ഞ് അങ്ങേര് കാന്താരി പൊതിഞ്ഞ് ഒരു മുട്ട വന്നു. പൊന്നോ, രാജ്മാ റൈസ് തട്ടി, മസാല ദോശ തട്ടി, ലൈമ് തട്ടി, ചീസ് പിസ് തട്ടി, ദേഹി ബല്ലായും തട്ടി. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. കുറിക്കാൻ പ്രിങ്കിൾസ്, കുടിക്കാൻ സ്പ്രൈറ്റ്, അലിയിക്കാൻ ഐസ്, ശേഷം വണ്ടിയിലിരുന്ന് ഇടയ്ക്കിടെ ചവയ്ക്കാൻ പീനട്ട്. 2 പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? ഓച്ചർ ഉത്സവത്തിന് പോയി ആദ്യം കണ്ട കടയിൽ ഒരു ബ്ലാക്ക് കറണ്ട് വാങ്ങിച്ചു കഴിച്ചു. ഇച്ചിരിയും കൂടെ നടന്നപ്പോ സ്പ്രിംഗ് പൊട്ടാറ്റോ കണ്ടു, അത് വാങ്ങിച്ചു കഴിച്ചു. മുളക് ബജി കടയിൽ പോയി അവിടെ ചെന്നിട്ട് 2 മുളക് ബജി വാങ്ങിച്ചു കഴിച്ചു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് താൻ പെടാ ഇവിടെ, ഇല്ലെങ്കില് പുട്ടണ്ണാക്കി കയറിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു അനുഭവമായിരിക്കും. ഐസ്ക്രീം കട കണ്ടു, അവിടെ നിന്ന് ഒരു സ്പാനിഷ് ഡിലൈറ്റ് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ വേറൊരു കടയിൽ കയറി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോബി 65 വാങ്ങിച്ചു കഴിച്ചു. എന്താണ് വൃത്തിയേട്ട മണം? സാറേ അത് ഗ്യാസ് വിട്ടതാ. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85, ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വീട്ടിലോട്ട് വരുന്ന വഴി 12 മണിക്ക് ഈ കടയിൽ കയറി 3 പൊറോട്ടയും ചിക്കൻ ഗ്രേവിയും കോഫിയും കഴിച്ചു. പിന്നെ 2 ദോശ, ഇച്ചിരി സാമ്പാറും ചമ്മന്തിയും ഡബിൾ ഓംലെറ്റും. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലും ഒക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക, പത്തായം കൊണ്ട് നിറയട്ടെ. കടയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്റെ ഈ ഫേവറേറ്റ് മിക്സ്ചർ കണ്ടു. പിന്നെ അതും വാങ്ങി വീട്ടിലേക്ക്. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. പോയി കിടന്നു ഉറങ്ങു വേണ്ടേ. ആരും കാണാതെ ഒരു തന്തൂരി ചിക്കൻ റോളിലൂടെ വാങ്ങിച്ചു തട്ടി. ഓ, ഇതിങ്ങനെ തിന്നുമ്പോൾ ഉള്ളൊരു സന്തോഷം. ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. ഈ പരിപാടി ഊണ് കഴിക്കല്. 18 കാടമുട്ട കഴിക്കുന്ന വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് 20 കാടമുട്ടയിലാണ് ഇന്ന് തുടങ്ങിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റി ഈ വക സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്ട് അതും കൂടെ കഴിച്ചു. നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല, അജീർണം പിടിക്കും. അജീർണം ഒട്ടും വളഞ്ഞ തെങ്ങൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു സ്പെഷ്യൽ ഷോട്ടാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നിവർത്താൻ പറ്റത്തില്ല, അല്ലെ വെട്ടിയിടാം. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. ഉള്ളതിനകത്ത് കുറച്ച് ഉപ്പും വാരിയിട്ട് ബാക്കിയുള്ളതിനകത്ത് കുറച്ച് മുളക് പൊടിയും വാരിയിട്ട് അവിടെ കളവത്തിരുന്ന ചേട്ടന്മാർക്കും കൊണ്ടുവന്ന് കൊടുത്തു. രാവിലെ 18 കാടമുട്ടക്കറിയും 1 കുറ്റി പുട്ടും 2 പഴവും 1 താറാമുട്ടയും കഴിച്ചു. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. അപ്പൊ അനക്ക് ഭക്ഷണം വേണ്ടേ? 11 മണിക്ക് ഒരു ഇച്ചിരി കൊത്തു പൊറോട്ടയും ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു. കൊടലല്ലേ വയറ്റിയിരിക്കുന്ന. എന്റെ ഫേവറേറ്റ് ബ്ലൂബെറി അപ്പ് കഴിച്ചു. ഒന്ന് തണുത്തപ്പോ പറാത്ത റോള് കഴിച്ചു. പോളി സാധനം കൂടെ കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. അത് ഓർഡർ ചെയ്ത ഡ്രൈ ഫ്രൂട്ട് ഡെക്കോറിയ വന്നു, പക്ഷെ അത് നല്ലതായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഓവർനൈറ്റ് ഓട്സ് കഴിച്ചതിന് ശേഷം ഇത് കഴിഞ്ഞില്ലേ ഒരു ഹെൽത്തി പ്ലാറ്റർ വാങ്ങിച്ചു. പച്ചക്കറിയൊക്കെ ഇതിന്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ്. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി ചേട്ടാ. 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ഫുഡ് ഡേ തുറന്നിരിക്കുന്ന കണ്ടുകൊണ്ട് രാത്രി അവിടുന്ന് നാക്കാന്ന് വിചാരിച്ച് അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ചിക്കൻ വിങ്സും ഹേസൽനട്ട് ഷേക്കും കുടിച്ചു. മെയിൻ ഡിഷസിൽ നിന്ന് മഷ്റൂം ഫ്ലോറിന്റെയും പിന്നെ ചീസി ചിക്കൻ. ഞാൻ ഇത്രയൊക്കെ കഴിച്ചുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.